UDF തരംഗത്തിനിടയിലും കുന്നംകുളത്തെ ചെങ്കോട്ടയായി നിലനിർത്തിയത് നഗരസഭയിലും കടവല്ലൂർ പഞ്ചായത്തിലും ലഭിച്ച മികച്ച ലീഡുകളുടെ പിൻബലത്തിൽ. അപ്രതീക്ഷിതമായി വേലൂരിൽ നിന്നും UDFന് വലിയ ലീഡ് ലഭിച്ചെങ്കിലും തുടക്കം മുതൽ നിലനിർത്തിയ ഇടതുമുന്നേറ്റത്തെ തടയാൻ അത് പര്യാപ്തമായില്ല. രാവിലെ 8 മണിക്ക് തപാൽ വോട്ട് എണ്ണിയപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി UDFനായിരുന്നു ആദ്യ ലീഡ്. 122 വോട്ടിന്റെ ലീഡാണ് PT അജയ്മോഹൻ സ്വന്തമാക്കിയത്. 951 വോട്ട് UDFും 829 വോട്ട് LDFും ഇത്തരത്തിൽ നേടി. തുടർന്ന് EVM മെഷീനിലേക്കുള്ള വോട്ടിലേക്ക് വന്നതോടെ കഥ മാറി. ആദ്യ റൗണ്ടിൽ തന്നെ 487 വോട്ടിന്റെ ലീഡ് LDF സ്വന്തമാക്കി. 15 റൗണ്ട് വോട്ടെണ്ണലിൽ 10, 12, 14, 15 റൗണ്ടുകളിൽ LDFനേക്കാൾ വോട്ട് UDF നേടിയെങ്കിലും ആകെ വോട്ടുകളിലെ LDF ലീഡ് മറികടക്കാൻ അത് പര്യാപ്തമായില്ല. ആദ്യം എണ്ണിയ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ 394 വോട്ടിന്റെ ലീഡാണ് AC-ക്ക് ലഭിച്ചത്. പാർട്ടി കോട്ടയായ കടവല്ലൂരിൽ 1635 വോട്ട്, പോർക്കുളത്ത് 259, കുന്നംകുളത്ത് 2976, ചൊവ്വന്നൂരിൽ 308, കടങ്ങോട് 293 വോട്ടുകൾ ലീഡ് AC മൊയ്തീൻ സ്വന്തമാക്കി. എരുമപ്പെട്ടിയിലും വേലൂരിലും ലീഡ് അജയ്മോഹനാണ് ലഭിച്ചത്. ഇതിൽ വേലൂർ പഞ്ചായത്തിൽ 1027 വോട്ടിന്റെ വലിയ മുൻതൂക്കം UDFന് ലഭിച്ചുവെങ്കിലും മറ്റിടങ്ങളിൽ ലീഡ് ലഭിക്കാതെ പോയത് തിരിച്ചടിയായി. നഗരസഭയിലും കടവല്ലൂരിലും നേടിയ ലീഡാണ് ഇടത് വിജയത്തിൽ നിർണായകമായത്. എരുമപ്പെട്ടിയിലും വേലൂരിലും ലീഡ് അജയ്മോഹന് ലഭിച്ചു. ഇതിൽ വേലൂർ പഞ്ചായത്തിൽ 1027 വോട്ടിന്റെ വലിയ മുൻതൂക്കം UDFന് ലഭിച്ചുവെങ്കിലും മറ്റിടങ്ങളിൽ ലീഡ് ലഭിക്കാതെ പോയത് തിരിച്ചടിയായി. നഗരസഭയിലും കടവല്ലൂരിലും നേടിയ ലീഡാണ് ഇടത് വിജയത്തിൽ നിർണായകമായത്. പരാജയപ്പെട്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇക്കുറി ഭൂരിപക്ഷം നന്നെ കുറയ്ക്കാനായത് UDFന് ആശ്വാസമായി. NDAയിൽ മത്സരിച്ച BDJS പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം കാഴ്ചവെക്കാതെ പോയതോടെ BJP വോട്ടുകളും ഭിന്നിക്കപ്പെട്ടു. അന്തിമ കണക്കിൽ പക്ഷേ മണലൂരിലും ഗുരുവായൂരിലും പുതുക്കാടുമൊക്കെ സംഭവിച്ച പോലെ അവസാന നിമിഷങ്ങളിലെ സസ്പെൻസിലേക്കും വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്കും പോയില്ല എന്നതിൽ LDF ക്യാമ്പിന് ആശ്വസിക്കാം. സംസ്ഥാന വ്യാപകമായ ഭരണവിരുദ്ധ വികാരത്തെയും UDF അനുകൂല തരംഗത്തെയും അതിജീവിച്ച് നേടിയ വിജയം ചെറുതല്ലാത്ത ആഹ്ലാദമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകുന്നത്.